നമ്മൾ കഴുകാൻ പോവുകയാണ്. വലിയ അഴുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് തുടച്ചൊന്ന് എടുക്കുന്നേ ഉള്ളൂ. ഇതിൻ്റെ നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കി പിന്നീട് MC ഒട്ടിക്കാൻ വേണ്ടി നമ്മൾ അത്യാവശ്യം വൃത്തിയാക്കാണ്ട്. ഇവിടെ അത്യാവശ്യം നമ്മുടെ ഈ ക്രാക്കും ഈ ക്രാക്കുമാണ് വലിയ ക്രാക്കായിട്ട് നമുക്കിത് കാണുന്നത്. വലുതായിട്ട് വേറെ കാര്യങ്ങളൊന്നും കാണുന്നൊന്നുമില്ല. പിന്നെ നിറയെ 2 വർഷം എടുക്കേണ്ട പൊടി മറ്റു ഇത് കിടക്കുകൊണ്ട് നമ്മൾ ഇത് കഴുകി ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് MC-യിലൊന്ന് ഒട്ടിക്കാം. നമ്മളിത് കഴുകി വൃത്തിയാക്കിയപ്പോഴും നമുക്ക് കണ്ട ഈ ഒരു 2 ക്രാക്ക് നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുള്ളൂ. ഇത് 2 ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് റെഡി ആവുമെന്നാണ്. എന്നാലും നമ്മൾ എന്ത് പറഞ്ഞേ കേട്ടില്ല, എല്ലാവരും കാണണ്ട. ഇപ്പം നമ്മൾ ഇവിടെ കഴുകി വൃത്തിയാക്കി ഏകദേശം സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് MC-യിൽ അതേ കണക്ക് 2 എടുത്ത് ഒട്ടിക്കണം. അന്നേരം MC-യിലും കൂടെ ഒട്ടിച്ചിട്ട് നമ്മുടെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അന്നേരം MC-യിൽ ഒട്ടിച്ചിട്ട് ബാക്കി ഞാൻ കാണിച്ചിട്ട്. അപ്പോൾ നമ്മളിനി അടുത്തായിട്ട് നമ്മൾ MC-യിലില്ല, അന്നേരം നമ്മൾ MC-യിൽ മേടിക്കാൻ പോവുക. എന്നിട്ട് നമുക്ക് സയാനയും കൂടെ കൊണ്ടുപോകാറുണ്ട്. ഇയാളെ കണ്ടോ, ഇതാണ് നമ്മുടെ ലൂ നോക്കടാ, ഇതാണ് നമ്മുടെ ലൂ. എന്നിട്ട് നമുക്ക് MC-യിൽ മേടിച്ചിട്ട് ബാക്കി പരിപാടി. അപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ MC-യിൽ മേടിക്കാൻ പോവുകയാണ്. നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ ഉണ്ട് കടയിലോട്ട് പോകാൻ. അന്നേരം ഞാനും സയാനും കൂടെ MC-യിൽ മേടിക്കാനായിട്ട് പോവുക. സയ ഒരു ഹായ് പറ, വീണ്ടും ഒന്ന് തിരിച്ച് കാണിക്കേ. അപ്പോൾ നമ്മൾ MC-യിൽ മേടിച്ചിട്ടുണ്ട്. അന്നേരം നേരെ നമുക്ക് വണ്ടി എടുത്ത് വീട്ടിലോട്ട് പോയിട്ട് ബാക്കി പരിപാടി പോകാം. അപ്പോൾ നമ്മൾ MC-യിൽ മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ MC-യിൽ എല്ലാം റെഡിയാക്കി സെറ്റാക്കി എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് ഒട്ടിക്കണം. നമ്മൾ ആദ്യം തൊട്ട് നെഗറ്റീവ് അടിപ്പിക്കുന്ന വ്യക്തി നമ്മൾ അടുത്ത് വന്ന് നിൽപ്പോൾ നമ്മൾ എന്തോ ചെയ്യുന്നതെന്ന് കാണാനായിട്ട് നമ്മൾ അന്നേരം ഇതെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മളിത് ഈ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇത് ഒട്ടത്തില്ല. ഇനിയിപ്പോൾ നമുക്കിത് തുടച്ചതിന് ശേഷം ആ തുണി എടുക്കാമോ, ഇത് മുള്ളാണൊക്കെ തുടയ്ക്കണം. തുടയ്ക്കാതെ ഇത് ഒട്ടത്തില്ല. നമുക്കിപ്പം കാണാൻ പറ്റാണ്ട് നമ്മൾ ആ ക്രാക്ക് ഫസ്റ്റ് കണ്ട് ഒട്ടിക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ ആ ക്രാക്ക് കാണുന്നത്. എന്നിട്ട് നമ്മൾ നല്ല കണക്കത് അവിടെ ഇച്ചിരി ഒന്ന് കട്ടിക്ക് തന്നെ വെച്ച് കൊടുക്കാം. നമ്മൾ നല്ല കണക്ക് തേച്ചാൽ ഇതിനകത്ത് ഈ വെള്ളം നനവ് നിൽക്കുന്നതുകൊണ്ട് നല്ല കണക്ക് ഒട്ടാതെ. ഇത് അത്യാവശ്യം നല്ല കണക്ക് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്ത് ഒട്ടിക്കാവൂ, എങ്കിലേ ഇത് ഒട്ടിയിരിക്കത്തുള്ളൂ. ഒരു ഭാഗമാണെന്നാണ് തോന്നുന്നത്. നമ്മളത് അവിടെ അത്യാവശ്യം നല്ല കണക്ക് ഒട്ടിച്ചില്ലെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അതുവഴിയായിരിക്കും ലീക്കാവാൻ സാധ്യതകൾ കൂടുതൽ. എന്നിട്ട് നമുക്ക് അവിടെ അത്യാവശ്യം നല്ല കണക്ക് തിക്കാക്കി നമുക്കത് ഒട്ടിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അന്നേരം നമ്മൾ ഈ ഒരു ഭാഗത്തുമാണ് ക്രാക്ക് കണ്ടുപിടിച്ചത്. അന്നേരം ആ ക്രാക്കിൻ്റെ 2 ഭാഗവും നമ്മൾ ഒട്ടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അന്നേരം ഇതാണ് ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചെല്ലാം വെച്ചിരിക്കുന്നത്. ഇതിനിപ്പോൾ ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്കിനി അടുത്ത പരിപാടി തുടങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളത് ഫുള്ള് ഒട്ടിച്ച് നമ്മൾ ഇവിടെ ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അന്നേരം ഇനി ഇതിപ്പോൾ ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് നാളെ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് ബാക്കി പരിപാടി നടക്കത്തുള്ളൂ.